നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഗവർണറും പ്രതിപക്ഷ നേതാവും ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കലാപത്തിനുള്ള പരസ്യാഹ്വാനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. നവകേരള ബസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസുകാർ എടുത്തു ചാടുന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള അവർ തന്നെ സ്വയം പ്രകോപിതരാകും. ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല. കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാവുകയാണ്. അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവർ ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. KSUവും യൂത്ത് കോൺഗ്രസും സംസ്ഥാനത്ത് നടത്തുന്ന സമരം എന്തിനു വേണ്ടിയെന്നറിയില്ല. നവകേരള ബസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടുമ്പോൾ പിടിച്ചുമാറ്റുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ എന്തിനു പിടിച്ചുമാറ്റുന്ന KPCC അധ്യക്ഷന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനു പിന്നിൽ ഗൂഢനീക്കമുണ്ട് എന്നതാണ്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടിയാണ് ഗവർണറും ശ്രമിക്കുന്നത്. ഗവർണറും കോൺഗ്രസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നോമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് SFI ആണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത്. അതിൽ സംയമനത്തോടെ തന്നെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതിൽ വിദ്യാർത്ഥികളെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ ഇനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാമായിട്ട് ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു. അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ കെണിയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയില്ല എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒപ്പം നിൽക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷമാണ് നാട്ടിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.